ഈ ശിവലിംഗം പൂജിച്ചാൽ പാപമോചനം കിട്ടുമെന്നൊക്കെയുള്ള ശിവന്റെ ഡയലോഗിൽ യാതൊരു കഥയുമില്ല. അതറിയാൻ ഇതേ വാമന പുരാണത്തിൽ നിന്ന് ഞാൻ വേറൊരു കഥ കൂടി പറയാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ശിവൻ ബ്രഹ്മാവിൻ്റെ തല നുള്ളിയെടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ബ്രഹ്മാവിന് ശരിക്കും 5 തലകളുണ്ടായിരുന്നു. 5 തലകളിൽ ഒന്ന് ഈ ശിവൻ നുള്ളിയെടുത്തു. അത് നുള്ളിയെടുത്തതോടെയാണ് ബ്രഹ്മാവ് നാൻമുഖനായത്, 4 തലയുള്ളവനായി മാറിയത്. അപ്പോൾ ശിവൻ ബ്രഹ്മാവിൻ്റെ തല നുള്ളിയെടുത്തപ്പോൾ ഉണ്ടായ ബ്രഹ്മഹത്യാപാപം ശിവനെ ബാധിക്കുകയുണ്ടായി. നീലനിറവും ചെമ്പിച്ച തലമുടിയുമായി ഭയങ്കരിയായ ബ്രഹ്മഹത്യ ശിവൻ്റെ അടുക്കൽ വന്നെത്തി. ആ വിരൂപത്തെ കണ്ടിട്ട് ശിവൻ, ഭയങ്കരി നീ ആരാണ്, എന്തിനു വന്നു എന്ന് ചോദിച്ചു. അതിഘോരയായ ബ്രഹ്മഹത്യ കപാലിയോട് പറഞ്ഞു, ഞാൻ ബ്രഹ്മഹത്യയാണ്, എന്നെ ഏറ്റുകൊള്ളുക. ഇപ്രകാരം പറഞ്ഞ് ബ്രഹ്മഹത്യ ശിവനിൽ ദേഹമെങ്ങും ചുട്ടുപൊള്ളുമാറ് ആവേശിച്ചു. ബ്രഹ്മഹത്യാ പീഡിതനായ ശിവൻ ബദര്യാശ്രമത്തിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ഋഷിമാരായ നരനാരായണന്മാരെ കണ്ടില്ല. ദുഃഖിതനായ ശിവൻ സ്നാനം ചെയ്യുന്നതിനായി യമുനയിലേക്ക് പോയി. അവിടെ ചെന്ന് ശിവൻ മുങ്ങിയപ്പോൾ അതിലെ വെള്ളം വറ്റിപ്പോയി. കാളിന്തി വറ്റിപ്പോയത് കണ്ടിട്ട് ശിവൻ സ്നാനത്തിന് പ്ലക്ഷദ്വീപിലേക്ക് ചെന്നു. അത് മറഞ്ഞുപോയി. പ്ലക്ഷദ്വീപ് പേടിച്ച് മറഞ്ഞുപോയി. കാരണം ശിവൻ എങ്ങാനും വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, ഇത് വെള്ളം വറ്റിയില്ലാണ്ടായി പോകും. അപ്പോൾ അതിനേക്കാളും ഭേദം അവിടുന്ന് സ്ഥലം വിടാം. അത് അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ പുഷ്കരാരണ്യം, മാഗധാരണ്യം, സൈന്ധവാരണ്യം, നൈമിഷാരണ്യം, ധർമാരണ്യം ഇവിടങ്ങളിലൊക്കെ നടന്ന് കുഴങ്ങിയെന്നല്ലാതെ സ്നാനം ചെയ്യാൻ ശിവന് സംഗതി വന്നില്ല. ആ ഭയങ്കരിയായ ബ്രഹ്മഹത്യ വിട്ടുമാറിയതുമില്ല. പുണ്യങ്ങളായ നദികളിലും തീർത്ഥങ്ങളിലും ആശ്രമങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ സഞ്ചരിച്ചിട്ടും യോഗമനുഷ്ഠിച്ചിട്ടും പരമശിവന് പാപമോചനം സിദ്ധിച്ചില്ല. ഒടുവിൽ മനസ്സുമടുത്ത് ശിവൻ കുരുക്ഷേത്രത്തിൽ ചെന്നു ചേർന്നു. അവിടെ ചെന്നപ്പോൾ ഗരുഡവാഹനനായ ചക്രവാണിയെ കണ്ടെത്തി. ശിവൻ അദ്ദേഹത്തെ അഞ്ജലിബദ്ധനായി നിന്നുകൊണ്ട് സ്തുതിച്ചു. സ്തുതിയുടെ അവസാനം ശിവൻ വിഷ്ണുവിനോട് അപേക്ഷിക്കുകയാണ്, ഒരു ബ്രാഹ്മണനെ വധിച്ചത് മൂലം, അതായത് ബ്രഹ്മാവ് ഒരു ബ്രാഹ്മണനാണെന്നാണ് വിശ്വാസം. അപ്പോൾ ബ്രാഹ്മണനെ വധിച്ചത് മൂലം എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച തിന്മകളെ അങ്ങ് നശിപ്പിക്കണം. ബോധപൂർവം ചെയ്ത ആ കൃത്യം കാരണം ഉത്കണ്ഠയുടെ തീയിലിരുന്ന് ഞാൻ വെന്തുരുകുകയാണ്. അങ്ങ് പരിശുദ്ധനാണ്, അതിനാൽ ശുദ്ധി എന്ന വരം നൽകി എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹാവിഷ്ണു ശിവന് ബ്രഹ്മഹത്യാപാപം തീരുന്നതിനുള്ള വഴി ഓതിക്കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്, ഹേ മഹേശ്വര, ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഘോരമായ ഫലങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴി ഞാൻ നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, പ്രയോഗമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുണ്യഭൂമിയിൽ എൻ്റെ അംശത്തിൽ നിന്നും ജനിച്ച യോഗശായി എന്ന പേരോടെ നാശമില്ലാത്ത ഒരു പുരുഷൻ വസിക്കുന്നുണ്ട്. സർവപാപങ്ങളെയും നീക്കുന്ന പുണ്യ നദിയായ വരണ അദ്ദേഹത്തിൻ്റെ വലതുകാലിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ശ്രേഷ്ഠമായ അസി എന്ന നദി അദ്ദേഹത്തിൻ്റെ ഇടതുകാലിൽ നിന്നും ഉത്ഭവിച്ചു. ലോകത്തിൽ വെച്ച് ഏറ്റവും പവിത്രമായവയാണ് ഈ 2 നദികൾ. ഈ 2 നദികൾക്കും മധ്യത്തിലുള്ള പ്രദേശമാണ് യോഗശായിയുടെ ക്ഷേത്രം. 3 ലോകത്തിലും വെച്ച് ഏറ്റവും മുഖ്യമായതും സർവ്വപാപങ്ങളും നശിപ്പിക്കുന്നതുമായ ഒരു തീർത്ഥമാണത്. അതിന് തുല്യമായ മറ്റൊരു പുണ്യസ്ഥലം ആകാശത്തോ ഭൂമിയിലോ പാതാളത്തിലോ ഇല്ല. അവിടെയാണ് പ്രശസ്തമായ വാരണാസി നഗരം സ്ഥിതി ചെയ്യുന്നത്. അതായത് വാരണ എന്ന് പറയുന്ന നദിയും അസി എന്ന് പറയുന്ന നദിയും, ഈ 2 നദിയും കൂടി ഉള്ളത് കൊണ്ടാണ് അതിന് വാരണാസി എന്ന് പേര് വന്നിരിക്കുന്നത്. ശ്രേഷ്ഠരായ ബ്രാഹ്മണർ ചൊല്ലുന്ന വേദമന്ത്രങ്ങളുടെ ശബ്ദം സുഖലോലുപരായ ജനങ്ങളുടെ ശബ്ദവുമായി അവിടെ ഇടകലരുന്നു. അങ്ങനെ അവ രണ്ടും ചേർന്നുണ്ടാകുന്ന ശബ്ദം മംഗളകരമായി തീരുന്നു. നഗരവീഥികളിലൂടെ നടക്കുന്ന സ്ത്രീകളുടെ ചുവന്ന ചായം പൂശിയ പാദങ്ങൾ കണ്ട് അത് ആമ്പൽപ്പൂവാണെന്ന് തെറ്റിദ്ധരിച്ച് ചന്ദ്രൻ പോലും അവിടെ ആശയക്കുഴപ്പത്തിലാകുന്നു. അവിടുത്തെ ക്ഷേത്രങ്ങൾ ചന്ദ്രൻ്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നത്ര ഉയരമുള്ളവയാണ്. അവയുടെ മുകളിലെ കൊടികൾ കാറ്റിൽ പറക്കുമ്പോൾ പകൽ സമയത്ത് സൂര്യപ്രകാശത്തെ പോലും മറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വാരണാസിയുടെ വർണ്ണനയാണ്. വാരണാസി മഹാസംഭവമാണ് എന്ന് ആ വർണ്ണന കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അങ്ങനെ വാരണാസി വർണ്ണനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണു പാപമോചനത്തിനുള്ള വഴി ശിവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹേ സുരേശ, ഇത്രമാത്രം സവിശേഷതകളുള്ള വാരണാസിയിലെ മഹാശ്രമത്തിൽ സൂര്യഭഗവാൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹം സർവ്വ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ദശാശ്വമേധം എന്ന സ്ഥലത്ത് എൻ്റെ അംശമായ കേശവനെ ദർശിച്ചാൽ അങ്ങയുടെ പാപങ്ങൾ നീങ്ങും. വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവൻ ഗരുഡനെ പോലെ വേഗത്തിൽ വാരണാസിയിലെത്തി. അദ്ദേഹം ആദ്യം ദശാശ്വമേധത്തിൽ ചെന്ന് ലോലനെ ദർശിച്ചു.
പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു. അങ്ങനെ ആ പുണ്യനഗരിയിൽ വെച്ച് അദ്ദേഹം പാപമുക്തനായി. പിന്നീട് അദ്ദേഹം കേശവനെ വണങ്ങി പറഞ്ഞു, ഹേ ഋഷികേശ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ബ്രഹ്മഹത്യാപാപം നീങ്ങിയിരിക്കുന്നു. എങ്കിലും ഈ തലയോട്ടി, അതായത് ബ്രഹ്മാവിൻ്റെ നുള്ളിയെടുത്ത തല, അത് ശിവന്റെ കയ്യിലുണ്ട്. ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി നേരത്തെ. ബ്രഹ്മാവ് ഈ ബ്രഹ്മഹത്യാപാപം ശിവന്റെ ശരീരത്തിൽ പ്രവേശിച്ച സമയത്ത് തന്നെ ഈ തല കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് കുടഞ്ഞു കളയാൻ വേണ്ടി ശിവൻ കുറേ ശ്രമിക്കുന്നുണ്ട്, എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. ഈ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ കയ്യിൽ ഈ തലയൊട്ടിയും വെച്ച, ആദ്യം തലയായിരുന്നു, പിന്നെ ചീഞ്ഞ് മാംസമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം തലയൊട്ടിയായി. പിന്നെ ഈ തലയൊട്ടി അല്ലെങ്കിൽ കപാലം, അതും കൊണ്ടാണ് നടക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം ചുറ്റി നടന്നപ്പോൾ ഒക്കെ കയ്യിൽ ഈ സാധനം ഉണ്ടിട്ടാ. അതിപ്പോൾ പാപം, ഈ ബ്രഹ്മഹത്യാപാപം വിട്ടുപോയിട്ടും ഇത് പോയിട്ടില്ല. അതാണ് ശിവനീ പറയുന്നത്. ഇത് ബ്രഹ്മഹത്യ എൻ്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷേ ഈ തലയോട്ടി ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒട്ടിയിരിക്കുകയാണ്. എനിക്കിതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം. മഹാദേവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഈ യോഗശായി മറുപടി പറയുകയാണ്, ഹേ രുദ്ര, ഇതിൻ്റെ കാരണം ഞാൻ പറയാം. എൻ്റെ മുന്നിലുള്ള താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ദിവ്യ സരസ് വളരെ പവിത്രവും ഗന്ധർവാദികളാൽ പൂജിക്കപ്പെടുന്നതുമാണ്. ഹേ ശംഭോ, അങ്ങ് ഈ പുണ്യസരസിലൊന്ന് മുങ്ങുക. അപ്പോൾ തന്നെ കയ്യിലുള്ള തലയൊട്ടി വേർപെട്ടു പോകും. ഈ സംഭവത്തോടെ അങ്ങ് കപാലി എന്നും ഈ സ്ഥലം കപാലമോചനം എന്നും അറിയപ്പെടും. വേദവിധി പ്രകാരം മഹേശ്വരൻ ആ സരസിൽ മുങ്ങുകയും ത്രിപുരാന്തകനായ ശിവൻ മുങ്ങിയ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന തലയൊട്ടി പിടിവിട്ട് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ തീർത്ഥം കപാലമോചനം എന്ന പേരിൽ പ്രശസ്തമായി. ഇതാണ് വാമനപുരാണം 3-ാം അധ്യായത്തിൽ പറയുന്ന കഥ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ശിവൻ ആദ്യം, ഇത് തൊട്ടു മുമ്പത്തെ കഥയിൽ നമ്മൾ കണ്ടല്ലോ, ശിവലിംഗത്തെ നോക്കി പൂജിച്ചാൽ സകല പാപങ്ങൾക്കും മോചനം കിട്ടുമെന്നാണ് ശിവൻ പറയുന്നത്. അപ്പോൾ അത് സത്യമാണെന്നുണ്ടെങ്കിൽ ശിവൻ ഇങ്ങനെ ബ്രഹ്മഹത്യപാപം മാറാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ശിവനൊന്ന് കുനിഞ്ഞ് അരക്കെട്ടിലേക്ക് നോക്കി ഒന്ന് തൊഴുതാൽ പോരായിരുന്നോ? ശിവലിംഗത്തെ പൂജിച്ചാൽ സകല പാപവും മോചിക്കപ്പെടും, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളടക്കം എല്ലാം മോചിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്താ ചെയ്തില്ല? അപ്പോൾ ശിവന് തന്നെ അറിയാം തൻ്റെ ലിംഗത്തിനെ പൂജിച്ചത് കൊണ്ടൊന്നും പാപമോചനം കിട്ടില്ല എന്നുള്ള കാര്യം. തൻ്റെ ലിംഗം പൂജിക്കുന്നവർക്ക് താൻ പാപമോചനം കൊടുക്കാമെന്ന് പറയുന്ന ശിവൻ സ്വന്തം പാപം തീർക്കാൻ വിഷ്ണുവിൻ്റെ ഉപദേശം തേടി കയ്യിൽ കപാലവുമായി അലയുന്നതിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. വലിയ വൈരുദ്ധ്യം. ശിവൻ എന്തുകൊണ്ട് സ്വന്തം ലിംഗത്തിൽ നോക്കി തൊഴുതില്ല എന്ന ചോദ്യം വളരെ ലളിതമാണെങ്കിലും അത് തുറന്നു കാട്ടുന്നത് പുരാണങ്ങളിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളെയാണ്. ഇതൊക്കെ വെറും കഥകൾ മാത്രമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഈ കഥകളിലൂടെ ബ്രാഹ്മണർ ഇവിടുത്തെ രാജാക്കന്മാരെ വരെ എങ്ങനെയാണ് അടിമകളാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും പ്രകാരം ഒരു ബ്രാഹ്മണനെ വധിക്കുന്നതിനെയാണ് ബ്രഹ്മഹത്യ എന്ന് പറയുന്നത്. അത് പഞ്ചമഹാപാതകങ്ങളിൽ ഒന്നാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏറ്റവും വലിയ 5 പാപങ്ങളുണ്ട്. അതാണ് പഞ്ചമഹാപാതകങ്ങൾ. അതിലൊന്നാണ് ബ്രാഹ്മണനെ കൊല്ലുക എന്നുള്ളത്. ബാക്കിയുള്ളത് സ്വർണം മോഷ്ടിക്കുന്നത്, മദ്യപാനം, ഗുരുപത്നീ ഗമനം, പിന്നെ ഈ 4 പാപങ്ങൾക്ക് കൂട്ടുനിൽക്കൽ. ഇതൊക്കെയാണ്. പുരാണങ്ങളിൽ ബ്രഹ്മഹത്യയെ ഭീകരരൂപിയായ ഒരു സ്ത്രീ ആയിട്ടാണ് പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. കൊലപാതകം നടത്തി, അതായത് ബ്രാഹ്മണനെ കൊന്നു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണ വധം നടത്തിയ ആ കൊലപാതകിയെ ഈ രൂപം പിന്തുടർന്നു വന്ന് അയാളുടെ ഉള്ളിൽ പ്രവേശിക്കും, എന്നിട്ട് അയാളുടെ സമാധാനം കെടുത്തും. ഇതാണ് വിശ്വാസം. ബ്രാഹ്മണനെ കൊന്നാൽ ഈ ബ്രഹ്മഹത്യ കൊലയാളിയുടെ ഉള്ളിൽ ഇങ്ങനെ കയറിപ്പറ്റും. അപ്പോൾ ഇതിൽ ഒരു കഥയുടെ ഉദ്ദേശം ലിംഗപൂജയുടെ മഹത്വം സ്ഥാപിക്കുക എന്നതാണ്. രണ്ടാമത്തെ കഥയുടെ ഉദ്ദേശം ബ്രഹ്മഹത്യയുടെ ഗൗരവം സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ ഓരോ കഥയും ഓരോ പ്രത്യേക അജണ്ട വെച്ച് എഴുതപ്പെടുന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പുരാണങ്ങൾ എഴുതിയത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരിൽ തന്നെ പ്രമുഖരായ 2 വിഭാഗങ്ങളുണ്ട്, വൈഷ്ണവരും ശൈവരും. അപ്പോൾ ഈ പുരാണങ്ങൾ ഈ 2 കൂട്ടരും എഴുതിയ കഥകളുണ്ട്. ഇപ്പം ആദ്യം നമ്മളൊരെണ്ണം കണ്ടിരുന്നു, അതിൽ ശിവൻ വലിയ ആളാണ്. ശിവന്റെ ലിംഗം പൂജിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞ് ശരി പൂജിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ താഴെയാണ്. അപ്പോൾ അതേതോ ഒരു ശൈവഭക്തനായ ബ്രാഹ്മണൻ എഴുതിയ പുരാണമാണത്, അല്ലെങ്കിൽ കഥയാണ്. ആ പുരാണത്തിലെ ആ ഭാഗം അയാൾ അങ്ങനെയുള്ള ഒരാളാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നമ്മൾ കണ്ടതിൽ അങ്ങനെയല്ല, ഇത് വൈഷ്ണവൻ എഴുതിയിരിക്കുന്നതാണ്. അപ്പം അന്നത്തെ കാലത്ത് ഈ ഭരണാധികാരികളായ ക്ഷത്രിയരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ബ്രാഹ്മണർ കണ്ടെത്തിയ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ബ്രഹ്മഹത്യാ പാപം എന്നുള്ളത്. സാക്ഷാൽ
മഹാദേവന് പോലും ബ്രഹ്മഹത്യ വന്നാൽ രക്ഷയില്ല എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ സാധാരണക്കാരായ രാജാക്കന്മാർക്കുണ്ടാകാവുന്ന ഭയം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബ്രഹ്മഹത്യ ബാധിച്ചപ്പോൾ ശിവൻ വര അലഞ്ഞു തിരിഞ്ഞു, കഷ്ടപ്പെട്ടു, പിന്നെയല്ലേ നീ എന്നൊരു താക്കീത് ഈ കഥയിലുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ കാലത്ത് നയതന്ത്രജ്ഞർക്കും മറ്റും ലഭിക്കുന്ന ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി പോലെ, നയതന്ത്ര പരിരക്ഷ പോലെ അക്കാലത്ത് ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന അവരുടെ ആ ദൈവികമായ ഇമ്മ്യൂണിറ്റി ആയിരുന്നു ഇത്. ഒരു ബ്രാഹ്മണനെ തൊട്ടാൽ രാജാവ് നശിക്കും, രാജ്യം നശിക്കും, തലമുറകൾ നശിക്കും എന്ന ഭയം നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായിരുന്നു. വാമന പുരാണത്തിലെ ഈ കഥയിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് വൈഷ്ണവ ശൈവ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം മനസ്സിലാക്കാൻ. ശിവന് പാപം തീർക്കാൻ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമായ യോഗശായിയുടെ സഹായം വേണ്ടിവരുന്നു എന്നത് ശൈവ മതത്തിന് മേൽ വൈഷ്ണവ മതത്തിന് പ്രാധാന്യം നൽകാനുള്ള ശ്രമമാണ്. നിങ്ങളുടെ ശിവം വലിയവനൊക്കെ ആയിരിക്കും, പക്ഷേ പാപം തീർക്കണമെങ്കിൽ ഞങ്ങളുടെ വിഷ്ണു പറയുന്ന സ്ഥലത്ത് പോയി മുങ്ങണം എന്നൊരു സന്ദേശം ഇതിലുണ്ട്. ഇനി വേറൊരു കാര്യവും ഈ കഥയിലുണ്ട്, അത് തീർത്ഥാടന ടൂറിസമാണ്. ഇത്തരം കഥകൾക്ക് പിന്നിൽ ശക്തമായ ഒരു സാമ്പത്തിക അജണ്ട കൂടെയുണ്ട്. ഈ കഥയിൽ സ്ഥാനീശ്വരം, അതായത് ഇന്നത്തെ ഹരിയാനയിലെ താനേസർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തെ, പിന്നെ മറ്റേ കഥയിൽ വാരണാസിയെയുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ശിവൻ പലയിടത്തും പോയിട്ടും പാപമോചനം കിട്ടിയില്ല. അവസാനം വാരണാസിയിൽ വന്ന് അവിടെ മുങ്ങിയപ്പോൾ പാപം മാറി എന്ന് പറയുന്നത് വാരണാസിയിലെ ക്ഷേത്രങ്ങളുടെയും അവിടുത്തെ പൂജാരിമാരുടെയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സ്ഥലപുരാണ തന്ത്രമാണ്. ജനങ്ങളെ അവിടേക്ക് ആകർഷിക്കാൻ ഇതിലും വലിയൊരു പരസ്യം അക്കാലത്ത് നൽകാനില്ല. ഇത്തരം കഥകളിലൂടെയാണ് ഈ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ പരസ്യം നൽകിയിരുന്നത്. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഭയപ്പെടുത്തി വരുതിയിൽ നിർത്താനും ബ്രാഹ്മണർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളെ മഹാപാപം എന്ന ലേബൽ ഒട്ടിച്ച് തടയിടാനും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനും വേണ്ടി മെനഞ്ഞെടുത്ത വെറും തിരക്കഥകൾ മാത്രമാണ് ഈ പുരാണങ്ങളെല്ലാം തന്നെ. ഇതിനൊന്നിനും പാപമോചനം കൊടുക്കാനുള്ള കഴിവില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പാപമോചനം കൊടുക്കാൻ കഴിയുന്നത് ഒരേ ഒരുവന് മാത്രമാണ്. സകല മനുഷ്യരുടെയും പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ച് ക്രൂശിൽ കയറി സ്വയം യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. കയ്യിൽ കപാലവുമായി നടന്ന ശിവനെപ്പോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് ഞങ്ങളും. സമാധാനമോ ശാന്തിയോ ഒട്ടുമില്ലാതെ പാപമോചനത്തിന് വേണ്ടി ഓടി നടന്നവരായിരുന്നു ഞങ്ങൾ. മനസ്സിലായോ? ഞങ്ങളിൽ പലരും, കുറേ പേര് നിരീശ്വരവാദികളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരൊന്നും ഈ പരിപാടിക്ക് പോയിട്ടില്ല. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളതിൽ അങ്ങനെ നിരീശ്വരവാദികളിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ട്. മതബോധമായിട്ടൊക്കെ നടന്നവർ, അവർ തീർത്ഥാടനങ്ങളും കർമാനുഷ്ഠാനങ്ങളും പുണ്യതീർത്ഥ സന്ദർശനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. പക്ഷെ പാപമോചനം മാത്രം കിട്ടിയില്ല, അത് കിട്ടിയില്ല. അവസാനം അവർ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ പാപമോചനം ലഭിച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും പാപമോചനം ലഭിച്ചത് അങ്ങനെയാണ്. പാപമോചനം കിട്ടിയപ്പോൾ ലഭിച്ച സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് അതേ സമാധാനം നിങ്ങൾക്കും കിട്ടണം എന്നാഗ്രഹിച്ച് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറയുന്നത്. ഞങ്ങളെ നിന്ദിച്ചാലും അപമാനിച്ചാലും പരിഹസിച്ചാലും ഉപദ്രവിച്ചാലും തല്ലിയാലും കൊന്നാലും ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഈ സുവിശേഷവുമായി വരുന്നതിൻ്റെ കാരണം മറ്റൊരു രക്ഷാമാർഗം നിങ്ങൾക്കില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ പിന്നെയും പിന്നെയും പറയുന്നത്, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ബ്രാഹ്മണർ ഉണ്ടാക്കിയ ഇത്തരം കെട്ടുകഥകൾ വിട്ടുകളഞ്ഞ് ജീവിക്കുന്ന ദൈവമായ, ജീവനുള്ള ദൈവമായ, ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരിക. യേശു ക്രിസ്തുവിൽ മാത്രമേ നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും ആത്മാവിൻ്റെ രക്ഷയും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.